ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉണക്കമീൻ വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു പുളിങ്കറി ഉണ്ടാക്കിയാലോ? ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിങ്കറിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. പുളിങ്കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഉണക്കമീൻ സ്രാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് മീനാണോ ഉള്ളത് അത് വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് സമയം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇതിലെ ഉപ്പെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ. ഞാനിതൊരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോകുന്നവരെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കറിയിലേക്ക് ആവശ്യത്തിലുള്ള പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്കൊരു 3 പച്ചമുളകും ഒരു തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്നൊരു 4-5 കഷ്ണം പൊരിച്ചെടുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. മീനിലെ ഉപ്പെല്ലാം ഒന്ന് കളഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് വേവുന്ന സമയം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. കറി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള തേങ്ങ എടുത്തോളൂ. ഇതൊരു ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാനൊരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 6 ചുവന്നുള്ളിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മീനും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ കറി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊന്ന് ചൂടായി കിട്ടിയാൽ മതി, തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. ഇതിനു മുൻപ് ഞാൻ ചാമ്പക്ക വെച്ചിട്ടൊരു നല്ല രുചിയുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പുള്ളൊരു സ്റ്റേജാണിത്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണക്കമീൻ കറിക്ക് പച്ചമീൻ കറിയേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെയും ഉണക്കമീൻ വെച്ചിട്ടൊരു കറി തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഒന്ന് ചൂടായി വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്കൊന്ന് ഉള്ളി താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയുടെ നിറമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളിയുടെ നിറമെല്ലാം ഒന്ന് മാറി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഉണക്കമീൻ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമീൻ കഷ്ണങ്ങളൊന്ന് പൊരിച്ചും കൂടെ എടുക്കാം. ഇതുവരെ നിങ്ങൾ ഉണക്കമീൻ ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണക്കമീൻ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ. അതിനായിട്ട് ഉണക്കമീൻ കഷ്ണങ്ങളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മീനിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാറുണ്ട്. അതിനായിട്ടൊരു 4 പച്ചമുളക് എടുത്തൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുകൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 4 മീനിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
പച്ചമുളകും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണക്കമീനിലേക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ഫ്രൈയും ഉണക്കമീൻ പുളിങ്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇനി ഇതുപോലുള്ള മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.